ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഞങ്ങളുടെ കടയിലെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ദിവസം മടി പിടിച്ച് ഞാൻ പോകാതിരിക്കുകയായിരുന്നേ. അപ്പോൾ ഞാൻ ഇന്ന് പോകേണ്ടി വന്നു. അപ്പോൾ ഞാൻ ഇളയ മോനും കൂടെ ആണ് കടയിൽ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ശ്രേയസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കടയിൽ ഞാൻ രാവിലെ പോയി, ഞാനും നവനീതും കൂടാണ് പോയത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ സോഡ നാരങ്ങളത്തിൻ്റെ തിരക്കാണ്, ഭയങ്കര ചൂടല്ലേ. അപ്പോൾ എല്ലാവരും സോഡ നാരങ്ങളും ഇഞ്ചിയൊക്കെ ഇട്ട് കുടിക്കാൻ വേണ്ടി സ്ഥിരം നമ്മുടെ പിള്ളേരും ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മോന് നാരങ്ങളും എടുക്കുകയാണ്. ഈ 2-3 സോഡ എടുത്തപ്പോഴത്തേക്ക് അതിങ്ങനെ അടപ്പ് പൊട്ടിത്തെറിച്ച് കേട്ടോ. അപ്പോൾ എനിക്ക് സോഡ എടുക്കാം, സോഡ അതുകൊണ്ട് ഞാൻ എടുക്കത്തില്ല, എനിക്ക് പേടിയാണ്. അപ്പോൾ ഞാനായിരുന്നു സ്ഥിരം സോഡ നാരങ്ങളും കൊടുക്കുന്നത്. ഇഞ്ചിയും കാന്താരിയൊക്കെ അരച്ച് പേസ്റ്റും പിന്നെ നാരങ്ങയൊക്കെ പിഴിഞ്ഞ് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ കുറച്ച് ദിവസം അതുകൊണ്ട് ഞാൻ കടയിലൊക്കെ പോകാൻ ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് വരേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവൻ തണ്ണിമത്തങ്ങ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നേ. അപ്പോൾ തണ്ണിമത്തങ്ങ അവൻ എടുത്തിട്ട് മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി ഫ്രീസറിനകത്ത് തണുക്കാൻ വേണ്ടി വെക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് അവനൊരു കഷ്ണം കഴിച്ചേട്ടാ. അപ്പോൾ എനിക്കും കൂടെ ഒരു കഷ്ണം തന്നു കേട്ടോ അവൻ. എന്നിട്ട് ഫ്രീസറിനകത്ത് വെക്കാൻ വേണ്ടി അവിടെ ഫ്രീസറിൻ്റെ മേളിൽ തട്ടം വെച്ചിട്ട് അവൻ മുറിക്കുകയാണ്. എങ്കിൽ നല്ലതുപോലെ മുറിച്ചാൽ അതുമില്ല, ആ തോടിനകത്തെല്ലാം കുറേ മാംസം ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് സോഡയും വെള്ളമൊക്കെ വാങ്ങിക്കാൻ ആൾക്കാർ വന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പൈസയൊക്കെ വാങ്ങിച്ച് സാധനമൊക്കെ കൊടുക്കാൻ അങ്ങോട്ട് പോയി. അവനോട് ഞാൻ വഴക്ക് പറഞ്ഞു കേട്ടോ, ആ തോടിനകത്ത് ഇനിയും ഉണ്ടടാ, അന്നേരം അവനും എടുക്കാൻ വയ്യെന്ന്. എങ്കിൽ ഞാൻ മുറിച്ച് തരാമെന്ന് പറയുമ്പോൾ അവന് അത് കേൾക്കത്തുമില്ല. പിന്നെ അവൻ അതെല്ലാം എടുത്തൊരു പ്ലേറ്റിനകത്താക്കി ഫ്രീസറിനകത്ത് തണുക്കാൻ വെച്ച്. അവൻ പ്ലേറ്റ് എടുത്ത് നേരെ അങ്ങോട്ട് വെച്ചപ്പോഴത്തേക്ക് കയറിയില്ല കേട്ടോ. പിന്നെ ചരിച്ച് വെച്ചു. ഞാൻ പോയി ഒരു പിച്ചാത്തിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് അവൻ കളഞ്ഞ തോടിനകത്തുള്ള തണ്ണിമത്തങ്ങ എല്ലാം എടുത്ത് ഒരു ഗ്ലാസ്സിനകത്ത് മുറിച്ചങ്ങോട്ട് ഇട്ട് കേട്ടോ. ഒരു ഗ്ലാസ് തണ്ണിമത്തങ്ങ കിട്ടി. അപ്പം എനിക്ക് തോന്നി സോഡയും ഇച്ചിരി നാരങ്ങയും പഞ്ചസാരയൊക്കെ ഇഞ്ചിയൊക്കെ ഇട്ട് ഒരു സോഡ നാരങ്ങളും എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. സോഡയും ഒഴിച്ച് ഇഞ്ചിയുടെ കഷ്ണവും എല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് മധുരവും എല്ലാം കൂടെ വന്നപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ അവനും കുറച്ച് കൊടുത്തിട്ട് ഞാനും അങ്ങോട്ട് കുടിച്ച് കേട്ടോ. നല്ല സൂപ്പർ. അപ്പോൾ ഇച്ചിരി തണ്ണിമത്തങ്ങ നാരങ്ങ വെള്ളമാണ് കേട്ടോ. തണ്ണിമത്തങ്ങ സോഡ നാരങ്ങ വെള്ളമാണ് ഞങ്ങൾ പേരിട്ടതിന്. അപ്പോൾ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ചോറൊന്നും വെച്ചില്ല കേട്ടോ. രാവിലെ മാത്രം ആഹാരം ചെയ്തോളൂ. ഉച്ചയ്ക്ക് അപ്പോഴത്തേക്ക് നവനീത് പോയി. എനിക്കൊരു മസാല ദോശയും നവനീത് ചപ്പാത്തിയും കഴിച്ചു. പിന്നെ തേജുവിനും ചേട്ടനും കൂടെ ഓരോ ഊണും കൂടെ വാങ്ങിച്ചുകൊണ്ട് അവൻ വന്നു കേട്ടോ. പിന്നെ നമ്മുടെ സ്ഥിരം കസ്റ്റമർ ചായ കുടിക്കാനും ഒക്കെ വന്നു. അങ്ങനെ കുറേ നേരം അങ്ങനെ സമയം പോകും കേട്ടോ. കടയിൽ വന്നാൽ സമയം പോകും. ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുമല്ലേ. നമ്മൾ ഗ്ലാസ് കഴുകലും പിന്നെ നാരങ്ങ വെള്ളം എടുക്കലും ചായ എടുക്കലും ഒക്കെയാണ്. അപ്പോൾ നവനീത് ചായ എടുക്കുവാണ്. നമ്മുടെ കടയുടെ മുമ്പിലായിട്ട് ഗാനമേളക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. ഗാനമേളക്കാരെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വണ്ടിക്കകത്ത് വന്നിട്ട് പാട്ട് പാടി പൈസ ശേഖരിച്ചിട്ട് ഈ അസുഖമുള്ളവർ പാട്ട് പാടി ശേഖരിച്ച് അവർ കൊടുക്കത്തില്ലേ, അപ്പോൾ അവർ വന്നിട്ടുണ്ട്. അതിൻ്റെ ബഹളമാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ലൈക്കും കമൻറ്റും ചെയ്യുക.